എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ക്ലാസ് ബി ആയിരിക്കും കാണിക്കുക. ക്ലാസ്സിൽ ടീച്ചറിനാണെങ്കിൽ ഒട്ടും സുഖമില്ല. ടീച്ചറാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്ലാസ് ഒക്കെ എടുത്ത് ഓരോരുത്തരുടെ പോയിന്റ്സ് ആയിട്ട് പറയാൻ തുടങ്ങും. ഉടനെ സ്റ്റുഡൻസ് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്ത് ടീച്ചറിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുകയാണ്. ഇവിടെ എച്ചിനോസ് എന്ന പേരുള്ള ഒരു പെൺകുട്ടി അവളോട് ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നീ ഒറ്റ ഒരാൾ കാരണമാണ് നമുക്കെല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ കഴിഞ്ഞത്. സോ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവളോട് താങ്ക്സ് പറയും. അതേസമയം മറ്റൊരു പെൺകുട്ടി എച്ചിനോസിന് അടുത്ത് വന്ന് അവളെ ഹഗ് ചെയ്യും. അതിനുശേഷം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവളോട് പറയും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത എച്ചിനോസ് ആണെങ്കിൽ അവൾക്ക് കിട്ടിയ ഒരു ലെറ്ററുമായിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. എച്ചിനോസ് പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം. ഇത് എന്റെ ഡ്രോയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ലവ് ലെറ്റർ ആണ്. ആരോ എന്നെ പ്രണയിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ആരോടും പ്രണയിക്കാനൊന്നും ഒരു താല്പര്യവുമില്ല. ഒരേ ഒരു ദിവസം നീ എന്റെ കൂടെ നിന്ന് എന്റെ ലവറാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ആരും എന്നെ പ്രപ്പോസ് ചെയ്യില്ല എന്ന് പറയും. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തായിരിക്കും എച്ചിനോസിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് അവളിപ്പോൾ അവിടേക്ക് വരിക. ആക്ച്വലി അവളാണ് ആ ലെറ്റർ എഴുതി അവളുടെ ബോക്സിൽ വെച്ചത്. ആ പെണ്ണ് ഷോക്കായിട്ട്, ഓ നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി പരസ്പരം സ്നേഹിക്കുന്നുണ്ടല്ലേ? അതിന് ഹീറോ ആണെങ്കിൽ, അയ്യോ ഇല്ല, ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണ്, ഞങ്ങൾ തമ്മിൽ പിന്നെ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് തുടക്കം തന്നെ എല്ലാം തകർത്ത് കളയും. ഹീറോ ഇച്ചിനോസിനോട് പറയും, നിന്റെ മനസ്സിൽ എന്താണോ അത് അവളോട് തുറന്നു പറയാം, അല്ലാതെ ഇങ്ങനെ ഹൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് നടന്നു വരും. ഇച്ചിനോസ് ആ പെൺകുട്ടിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ഓടിപ്പോവും. ഇച്ചിനോസിനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൾ ഹീറോയുടെ അടുത്തേക്ക് വരും. ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾ ഭയങ്കരമായിട്ട് അപ്സെറ്റായി കരഞ്ഞോണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് അവളും ഇപ്പൊ ഒത്തിരി വിഷമിക്കും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ സ്കൂൾ ലീഡറിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ഒരു കംപ്ലൈന്റ് ലെറ്റർ പ്രിപ്പയർ ചെയ്ത് മെയിൻ ടീച്ചറിന്റെ അടുത്തേക്ക് പോവാണ്. കംപ്ലൈന്റ് മറ്റാരെ കുറിച്ചല്ല, നമ്മുടെ ചെമ്പമുടിയൻ സൂഡോയെ കുറിച്ചാണ്. ക്ലാസ്സിൽ മുഴുവൻ ഇപ്പൊ ഈ ഒരു ന്യൂസ് ആണ് സ്പ്രെഡ് ആയിരിക്കുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഓൾറെഡി അവനും ഹീറോയിനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവന് ബാക്കിയുണ്ടായിരുന്ന ഒരു പോയിന്റ് വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ വീണ്ടും ഒരു കംപ്ലൈന്റ് വന്ന അത് അവന്റെ ഫ്യൂച്ചറിന് വലിയ പ്രശ്നം ഉണ്ടാക്കും. ടീച്ചർ ഇപ്പൊ ക്ലാസ്സിലേക്ക് വന്ന് സൂഡോയെ കുറിച്ചുണ്ടായ ആ ഒരു കംപ്ലൈന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഈ ഡിവിഷനിലുള്ള ചില കുട്ടികളുമായിട്ട് സൂഡോ ഫൈറ്റ് ചെയ്തു. അതിന് ചെമ്പമുടിയെ ഷോക്കായിട്ട്, മാം എന്താണ് പറയണേ, ഞാൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി അവരാണ് എന്റെ അടുത്ത് ബാഡായിട്ട് പെരുമാറിയത്. ഉടനെ ടീച്ചർ ആണെങ്കിൽ ആരെങ്കിലും ഈ ഒരു കാര്യം അത് നേരിൽ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ആരും തന്നെ കാണാത്തോണ്ട് എല്ലാവരും തല താഴ്ത്തിയിരിക്കുകയാണ്. ടീച്ചർ ആണെങ്കിൽ തീർത്തു പറയും, വിത്തിൻ എ വീക്ക് ഒരു കൗൺസിൽ മീറ്റിംഗ് ഉണ്ടാവും. അതിനുള്ളിൽ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇന്നസെന്റ് ആണെന്ന് ബോധിപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിനക്ക് പണിഷ്മെന്റ് ഉണ്ടാവും. ഒരുപക്ഷെ നീ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറന്റ് കാണിക്കും. അവിടെയാണെങ്കിൽ ക്ലാസ് സിയിലുള്ള ഒരു റൗഡി പയ്യൻ, അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനെ ഉപയോഗിച്ച് വേറൊരു പയ്യനെ അറഞ്ചം പുറഞ്ച് ഇട്ടിക്കുകയാണ്. അതിനുശേഷം അവനോട് പറയും, നിന്നെ ഇടിച്ചത് അത് ക്ലാസ് ഡിയിലെ ചെമ്പമുടിയൻ, അവനാണെന്ന് നീ കംപ്ലൈന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തും. അതേസമയം ഇവിടെ ക്ലാസ് ഡിയിൽ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് ആ ചെമ്പമുടിയനെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റുമോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനോട് ചോദിക്കും, എന്തു പറ്റി, നിനക്കിതിൽ യാതൊരു കോൺട്രിബ്യൂഷനും ചെയ്യാനില്ലേ? അവനെ ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ നിനക്കും ചെയ്തൂടെ? പക്ഷെ അവൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് മൂടൊന്നും ഇല്ലാതെ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഇവിടെ ലീഡർ ഹിനട്ടയാണെങ്കിൽ സ്റ്റുഡൻസിനോട് എല്ലാവരോടും പറയും, നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ ചെമ്പമുടിയൻ അവനെ പ്രൊട്ടക്ട് ചെയ്യണം. സോ എവിഡൻസ് കളക്ട് ചെയ്യാൻ ആരൊക്കെയാണ് എന്റെ കൂടെ നിൽക്കുക? ഉടനെ ഒരുപാട് സ്റ്റുഡൻസ് കൈ ഉയർത്തി അവരെല്ലാവരും അതിന് തയ്യാറായി മുൻപോട്ടേക്ക് വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുഷീന ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെയും ഹീറോയിന്റെ അടുത്തേക്കും വരും. കുഷീനയെ കാണുമ്പോൾ തന്നെ ഒരുപാട് ദേഷ്യത്തില് ഹീറോയിൻ അവള് പുറത്തേക്ക് പോവും. അതിനുശേഷം ഹീറോയും കുഷീനയും ബാക്കിയുള്ള കുറച്ച് സ്റ്റുഡൻസും എല്ലാവരും ചേർന്ന് അന്ന് ഈവനിങ് വരെ കഷ്ടപ്പെട്ട് എന്തെങ്കിലും എവിഡൻസ് കണ്ടെത്താനായിട്ട് പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ഈച്ചിനോസ് അവളിപ്പോ അവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കിപ്പോ ആവശ്യം എവിഡൻസ് അല്ലേ, അത് കണ്ടെത്താൻ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ അവളെ വിശ്വസിക്കാൻ തീരെ മനസ്സ് വരില്ല. ഹീറോ പറയും, ഒരു കാരണവശാലും മറ്റൊരു ഡിവിഷനിലെ പെൺകുട്ടിയെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനവള് പറയും, നീ എന്നെ ഒരിക്കൽ സഹായിച്ചതല്ലേ, ഒരു കാരണവശാലും
ഞാൻ നിന്നെയോ നിന്റെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെയോ ചതിക്കൊന്നും ചെയ്യില്ല. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്റ്റുഡൻസിന്റെ ഇടയിലെല്ലാം ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിരുന്നു. ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും എവിഡൻസ് തരികയാണെങ്കിൽ അവർക്ക് തക്കതായി റിവാർഡ്സ് കൊടുക്കാവുന്ന. അതനുസരിച്ച് ചില ഗേൾസ് എനിക്ക് ചില ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൾ കാണിച്ചു കൊടുക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കും. ആ എവിഡൻസിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. പക്ഷെ എങ്കിലും ഇതൊരു ചെറിയ എവിഡൻസ് ആയി കണക്കാക്കാവുന്ന ഇപ്പൊ ഹീറോയുടെ ഫ്രണ്ട്സ് പറയും. എയ്സിനോസ് പറയും ഈ ഇൻഫർമേഷൻ തന്ന ഗേൾസിന് നമ്മൾ എന്തെങ്കിലും ടിപ്സ് കൊടുക്കണം. അതിന് ഹീറോ ആണെങ്കിൽ അവളുടെ ഫോൺ മേടിച്ച് അതിലേക്ക് അവന്റെ ഫോണിൽ നിന്ന് കുറച്ച് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അത് പിന്നീട് അവർക്ക് ടിപ്സ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കും. അത് കണ്ട് അവൾ ഹാപ്പി ആയിട്ട് ഫോൺ മേടിച്ച് അവിടുന്ന് കടന്നു പോവാണ്. അപ്പോഴായിരിക്കും ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവൻ ആ ബാലൻസ് അത് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവളുടെ ബാലൻസ് കണ്ടിരുന്നു. അത് ഓൾമോസ്റ്റ് 2 കോടിയിലധികം ഉണ്ട്. ഓ മൈ ഗോഡ്, ഇത്രയും പോയിന്റ്സ് അതെങ്ങനെ അവൾക്ക് കിട്ടി? ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. അവനാണെങ്കിൽ അത് കാര്യമായിട്ട് ആലോചിച്ച് ഇപ്പൊ റൂമിലേക്ക് വരുമ്പോഴായിരിക്കും അവന്റെ റൂമിന്റെ മുൻപിൽ കുറച്ച് ചെരുപ്പുകൾ കാണുക. അവൻ ആ ചെരുപ്പുകളൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ തോന്നും. അവൻ ഡോർ തുറക്കാൻ നോക്കും, പക്ഷെ അത് ഓൾറെഡി തുറന്നിരിക്കുകയാണ്. അവൻ പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോ അവന്റെ ക്ലാസ്സിലുള്ള കുറച്ച് സ്റ്റുഡൻസിനെ അകത്ത് കാണും. അവിടെ കൂടെ തന്നെ ഗുഷീനെ ഉണ്ട്. അവളാണെങ്കിൽ അവിടെ മുഴുവൻ ചെക്ക് ചെയ്ത് ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നിന്റെ റൂമില് പ്രത്യേകിച്ച് നിനക്ക് ആവശ്യമായിട്ടുള്ള ഒന്നും തന്നെ കാണാനില്ലല്ലോ, ഇതൊക്കെ വെച്ചാണോ നീ സർവൈവ് ചെയ്യണേ? ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ അവർ അനുവാദം ഇല്ലാതെ റൂമിൽ കയറിയത് തീരെ ഇഷ്ടാവില്ല. അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇതിന്റെ അകത്ത് കയറി? അതിന് അവർ ആ സ്പെയർ കീ അതവന് കാണിച്ചു കൊടുക്കും. ഞങ്ങളുടെ കയ്യില് നിന്റെ റൂമിന്റെ സ്പെയർ കീ ഉണ്ട്, അതുപയോഗിച്ചാണ് ഞങ്ങൾ അകത്ത് കയറിയെന്ന് പറഞ്ഞ് അവരിപ്പോ ഹീറോയെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ വീണ്ടും വേറെ ആരോ ഡോർ തട്ടുന്ന സൗണ്ട് ഹീറോ കേൾക്കും. ഹീറോ ഡോർ ഓപ്പൺ ചെയ്യും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഹീറോയിൻ. വേറെ ആൾക്കാർ റൂമിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോയിനാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടേക്ക് വന്നത്. നമ്മുടെ ക്ലാസ്സിലെ സാക്കുറ അവള് ആ ഫൈറ്റ് കണ്ടിട്ടുണ്ട്. സോ അവൾക്ക് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് തരാൻ സാധിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ആ സാക്കുറയെ കാണിക്കും. അവളാണെങ്കിൽ കമ്പ്യൂട്ടറിന് മുൻപിലിരുന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാണ്. ഉടനെ അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരും. അത് മറ്റാരുമല്ല, സാക്ഷാൽ കുഷീനെയാണ്. ആക്ച്വലി ഈ പെണ്ണ് അവിടെ നടന്ന ഫൈറ്റ് അത് കണ്ടിരുന്നു. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. സോ ഒരു കാര്യം പോലും അവൾ ആരോടും തുറന്നു പറയാൻ തയ്യാറാവില്ല. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യാതെ വീണ്ടും കമ്പ്യൂട്ടറിൽ തന്നെ കാര്യമായിട്ട് വർക്ക് ചെയ്യും. ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ തീർത്ത് പറയും, എനിക്ക് തോന്നുന്നത് അവൾ പറയില്ല എന്നാണ്. ഇൻ കേസ് അവൾ പറഞ്ഞാൽ തന്നെ ചെമ്പമുടിയൻ തല്ലിയതുകൊണ്ട് അവർ തിരികെ തല്ലിയതാണെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരത് വളച്ചൊടിക്കുമെന്ന് പറഞ്ഞ് അവരിപ്പോ എല്ലാവരും പുറത്തേക്ക് പോകും. ഖുഷീന ആണെങ്കിൽ ഇപ്പൊ ഹീറോയും കൂട്ടി ഒരു വാക്കിന് പുറത്തേക്ക് പോവാണ്. ഹീറോ ആണെങ്കിൽ ഇപ്പൊ അവളോട് പറയും, നമ്മുടെ ചെമ്പമുടിയൻ സോഡോ അവൻ ഓൾറെഡി ഒരുപാട് തെറ്റുകൾ പണ്ടേ ചെയ്തിട്ടുണ്ട്. അവൻ വളരെ നല്ല ആളാണ്. അവന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എല്ലാവരും അവന്റെ പാസ്റ്റ് വെച്ചാണ് അവനെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ എവിഡൻസ് നിരത്തിയാലും അവന്റെ പാസ്റ്റ് ചൂണ്ടിക്കാണിച്ച് അവരതെല്ലാം തള്ളിക്കളയാൻ ചാൻസ് ഉണ്ട്. അത് കേട്ട് ഖുഷീന അവിടെ ഒരുപാട് ടെൻഷനായി. ഇപ്പൊ ഹീറോയോട് എന്തായാലും കുഴപ്പമില്ല, നാളെ സാക്കുറയെ കണ്ട് ഞാൻ സംസാരിക്കാം, അതിനുശേഷം ബാക്കിയുള്ള ഡിസിഷൻ എടുക്കാന്ന് പറഞ്ഞ് അവളിപ്പോ അവിടുന്ന് കടന്നു പോകും. നെക്സ്റ്റ് ഡേ ഖുഷീന ആണെങ്കിൽ ഇപ്പൊ സാക്കുറയുടെ അടുത്തേക്ക് വരും. അവളോട് ചെമ്പമുടിയന്റെ ഫൈറ്റിനെ കുറിച്ച് അവൾ ചോദിക്കും. അതിന് അവള് പറയും, അയ്യോ ഇല്ല, എനിക്ക് ആ ഫൈറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലോങ് ഷോട്ടിലായിട്ട് ഹീറോയിനും അവർ രണ്ടുപേരും ഇതെല്ലാം വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ സാക്കുറയാണെങ്കിൽ ഇപ്പൊ ഖുഷീനയുടെ കൈ തട്ടിമാറ്റി ഓടാൻ ശ്രമിക്കും. ഓടുന്നതിനിടയിൽ അവളുടെ ക്യാമറ താഴെ വീണ് പൊട്ടും. ഖുഷീന അത് റെഡിയാക്കി തരാന്ന് പറയും. പക്ഷെ അവളാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.